ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. പറമ്പിക്കുളത്ത് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പറമ്പിക്കുളം ഡാമിന്റെ 3 ഷട്ടറുകളിൽ മധ്യഭാഗത്തുള്ള ഷട്ടർ, രണ്ടാമത്തെ ഷട്ടറാണ് തകർന്നത്. ഇപ്പോൾ നമുക്കത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നോക്കാം. ഈ ഷട്ടറിന്റെ താഴെ നമുക്കൊരു കൊളുത്ത് കാണാം. അതായത് വെള്ളം അവിടുന്ന് ശക്തമായി ഒഴുകി വരുന്നു. ഇപ്പോൾ ഈ ഷട്ടറിന്റെ മുകളിലൂടെയാണ് വെള്ളം പോകുന്നത്. ഷട്ടർ അവിടെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഒന്നെങ്കിൽ ഡാമിന്റെ മറുവശത്തേക്ക് ആ ഷട്ടർ താഴ്ന്നു പോയി, അതല്ലെങ്കിൽ അത് ഇവിടുന്ന് മാറിപ്പോയി എന്നുള്ളതാണ്. അത് പക്ഷേ ഈ ജലനിരപ്പ് താഴ്ന്നാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇവിടെ നമുക്ക് ഈ ചങ്ങല കാണാം. ഈ ചങ്ങലയിൽ ചങ്ങലയുടെ താഴെ ആണ് ഈ ഷട്ടർ കൊളുത്ത് നിൽക്കുന്നത്. അത് സാധാരണഗതിയിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കത് മനസ്സിലാക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത്, അതായത് തകരാറില്ലാത്ത ഒരു ഷട്ടർ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ മാത്രമാണ് നമുക്കത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. യൂട്യൂബ് ചാനൽ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച ആൾക്കാരെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കും അത് ചെയ്യണോ? യൂട്യൂബ് ചാനൽ ആരംഭിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. ഇവിടെ ഇപ്പോൾ കാണാം ഈ ഷട്ടർ, ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഷട്ടർ ഒരു ചങ്ങലയിൽ ആണ് അത് നിൽക്കുന്നത്. ചങ്ങലയും അതോടൊപ്പം തന്നെ അതിൽ സുരക്ഷിതമായി നിർത്തുന്നു. ഈ ഷട്ടർ ഉയർത്തുന്ന ഘട്ടത്തിൽ അതിൻ്റെ ചങ്ങല പൊട്ടിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ചങ്ങല പൊട്ടി അത് പൂർണ്ണമായും അവിടെ നിന്ന് താഴത്തേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. അത് ഈ ഡാമിൻ്റെ മറുവശത്ത്, അതായത് ഈ ഡാമിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണോ അതല്ല എങ്കിൽ ഒലിച്ചു പോവുകയാണോ ചെയ്തിട്ടുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടത്. അതിൻ്റെ താഴത്തേക്ക് വീണു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനത്തിൽ മനസ്സിലാക്കുന്നത്. വളരെ കൃത്യമായി നമുക്കറിയാൻ കഴിയും. ഈ ഷട്ടർ ഒരു ചങ്ങലയിൽ കൊളുത്തി നിൽക്കുന്നു, ശക്തമായ ഒരു ചങ്ങലയിൽ കൊളുത്തി നിൽക്കുന്നു. ആ കൊളുത്ത് പൊട്ടുന്നതോടുകൂടി അത് പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യമായി ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ഷട്ടറിൽ നിന്നും വരുന്ന വെള്ളം ഇതാ നമുക്ക് കാണാൻ കഴിയും. അവിടെ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാം. 2 വശത്തും ആയുള്ള ഷട്ടറുകൾ വളരെ കൃത്യമായ രീതിയിലാണ് ഷട്ടർ നടക്കുന്നത്. മൂന്നാമത്തെ വശത്താണ് പൂർണ്ണമായും വെള്ളം ശക്തമായ രീതിയിൽ ഒലിച്ചു പോകുന്നത്. ഈ വെള്ളം അത്രത്തോളം, അതായത് 20,000 ഘനകടി വെള്ളം, ഒരു സെക്കൻഡിൽ 20,000 ഘനകടി വെള്ളമാണ് ഇവിടെ നിന്ന് ഒലിച്ചു പോകുന്നത്. വളരെ കൃത്യമായി നമുക്ക് കാണാം. ഇത് പെരിങ്ങൽകുത്ത് ഡാമിലേക്കാണ്. എത്രത്തോളം ശക്തമായ രീതിയിലാണ് വെള്ളം ഒലിച്ചു പോകുന്നത് എന്ന് നോക്കാം. മഴയില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം മഴയുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ തകരാർ പരിഹരിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ അത് കാലതാമസം വരുമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും അതൊരു വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇനി ഈ ജലനിരപ്പ് പൂർണ്ണമായും താഴ്ന്നാൽ മാത്രമേ അത് പരിഹരിക്കാൻ കഴിയുള്ളൂ. ഈ ജലനിരപ്പ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ജലനിരപ്പ് പൂർണ്ണമായും താഴ്ന്ന്, അതായത് ഈ ഷട്ടറിൻ്റെ മറ്റ് തകരാർ സംഭവിക്കാത്ത ഷട്ടറിൻ്റെ ലെവലിലേക്ക് ഈ വെള്ളം ഇനിയും താഴേണ്ടതുണ്ട്. അതായത് 25 അടിയോളം ഈ വെള്ളം താഴ്ന്നാൽ മാത്രമേ ഇത് ഈ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇങ്ങനെയാണ് ഈ അപകടം, ഇത്തരത്തിൽ ഈ ഒരു സാങ്കേതിക തകരാർ മൂലം ഷട്ടർ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത് നന്നാക്കാനുള്ള നടപടികൾ തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്ന് സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തുന്നുണ്ട്. പറമ്പിക്കുളം ഡാമിൽ നിന്നും ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18. ചാലക്കുടിയിൽ നിന്ന് സുവി വിശ്വനാഥൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ സ്ലൂയിസ് വാൾവ് കൂടെ തുറന്നതോടുകൂടി കൂടുതലായി ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന പടവുകൾ എല്ലാം തന്നെ ഇപ്പോൾ മുങ്ങിപ്പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. നല്ല ഒഴുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ശക്തമായി തന്നെ പുഴ ഒഴുകുകയാണ്. കടലെ കൂടുതലായി വെള്ളം എടുക്കുന്നത് കൊണ്ട് തന്നെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലാതെ ഈ പറമ്പിക്കുളത്ത് നിന്നെത്തുന്ന അധിക ജലം കടലിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല, ഭയപ്പെടേണ്ടതില്ല. പക്ഷേ ജാഗ്രത വേണം എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ശക്തമായ ഒഴുക്കുണ്ട്, അടിയൊഴുക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ മീൻപിടുത്തക്കാർ, അതുപോലെ ഈ പുഴയിൽ കുളിക്കാൻ എത്തുന്നവർ ഉൾപ്പെടെയുള്ളവർ ഈ ഭാഗങ്ങളിലേക്ക് എത്തരുത് എന്ന കനത്ത വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ടൂറിസം കേന്ദ്രമായ ആതിരപ്പള്ളിയിലും വാഴച്ചാലിലും ആളുകളെ നിയന്ത്രിക്കുന്നുണ്ട്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് മാത്രമാണ് ആളുകൾക്ക് ഇപ്പോൾ ആതിരപ്പള്ളിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്നാണ് ആതിരപ്പള്ളി റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. നിലവിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിൽ പോലും ഇത് 4.5 മീറ്ററിൽ തന്നെ നിൽക്കും എന്നാണ് ഒരു പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് തന്നെ ചാലക്കുടിയുടെ താഴ്ന്ന പ്രദേശത്തുള്ളവരും ഈ ചാലക്കുടി പുഴയുടെ തീരത്തോട് ചേർന്ന് നിൽക്കുന്നവരും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് അറിയിക്കുന്നത്. ആ ഭാഗങ്ങളിൽ നിന്ന് നിലവിൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല.